ലോ ഓഫ് അട്രാക്ഷനിൽ ലവ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. പണം, വീട്, കാറ് അങ്ങനെയുള്ള വസ്തുക്കൾ മാനിഫെസ്റ്റ് ചെയ്ത് സ്വന്തമാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫോർട്ട് വേണ്ട ഒരു കാര്യമാണ് ലവ് മാനിഫെസ്റ്റേഷൻ. ലവ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതായത് നമ്മുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലവ് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഒഴിവാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്ട്രെസ്സ്, സെക്കൻഡ് പോയിന്റ് ഫിയർ. അതായത് ഈ ലവ് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടെൻഷനായിരിക്കും. ഇത് കിട്ടുമോ, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയങ്കര സ്ട്രെസ്സോടായിരിക്കും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഭയം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് അവൾ അല്ലെങ്കിൽ അവനെ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള മനസ്സിലൊരു ഭയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇത് നമ്മൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. അത് നടക്കുമെന്ന് 100% വിശ്വസിക്കുക. അതുപോലെ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. ചില ആൾക്കാർ വരുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ലവ് മാനിഫെസ്റ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കിനും റിസൾട്ട് നോക്കും. ഇപ്പോൾ മെസ്സേജ് അയക്കുന്നവരാണെങ്കിൽ മെസ്സേജിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കുറച്ചുകൂടെ ഓപ്പണായിട്ട് സംസാരിക്കും. എന്തെങ്കിലും റിപ്ലൈ കിട്ടുമോ, നമ്മൾ ചെയ്ത മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇതൊരു ബിഗ് മിസ്റ്റേക്കാണ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഫാസ്റ്റ് അല്ല. നമ്മുടെ മൈൻഡ് സെറ്റ് അത്രത്തോളം ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് ആ ഒരു സിഗ്നൽ പ്രപഞ്ചത്തിലേക്ക് പോവുകയും പ്രപഞ്ചം അത് സ്വീകരിക്കുകയും മറ്റേ ആളിലേക്ക് അത് എഫക്റ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നത്. നല്ല മെഡിറ്റേഷൻ പവറും നല്ല കോൺസെൻട്രേഷനും ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് 21 ദിവസത്തെ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇടയ്ക്ക് മൊബൈൽ ചെക്ക് ചെയ്യരുത്. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മെസ്സേജ് കണ്ടില്ലെങ്കിൽ, നമുക്ക് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കുറയും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. ഇനി അതാ നോർമൽ മെസ്സേജൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ തിരിച്ചും നോർമലായിട്ടുള്ള റിപ്ലൈകൾ മാത്രം കൊടുക്കുക. നമ്മൾ ചെയ്ത ലോ ഓഫ് അട്രാക്ഷൻ അവരിൽ എന്തെങ്കിലും എഫക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് മെസ്സേജുകൾ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഒരു ടെസ്റ്റേ ചെയ്യരുത്. ഒരു രീതിയിലുള്ള പ്രഷറൈസ് അവർക്ക് കൊടുക്കുക ചെയ്യരുത്. ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നോ കോണ്ടാക്റ്റ് വെക്കുന്നതാണ്. നോ കോണ്ടാക്റ്റ് വെക്കുകയാണെങ്കിൽ മാക്സിമം റിസൾട്ട് വളരെ വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ തിരിച്ച് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടുകൂടിയുള്ള ചെറിയ ഷോർട്ട് മെസ്സേജുകൾ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വർക്കാവും, 100% സക്സസ് ആവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.